ലൈവിൽ ഇപ്പൊ നെക്സ്റ്റ് റൂമിൽ വെച്ചിട്ട് നമ്മുടെ സിജോയും നന്ദനയും സായും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. ജിൻഡോ ഇവളെ നന്നായിട്ട് ചൊറിയുന്നുണ്ട് കേട്ടോ. നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നന്ദു? ജിൻഡോനെ നീ സോപ്പ് അടിച്ചാൽ മതി. അച്ഛാ അത് ഇതെന്ന് പറഞ്ഞ് ഒട്ടിയാൽ മതി. ലെഫ്റ്റ് റൈറ്റ് ലോക്ക് ആയിക്കോളൂ, അനങ്ങാൻ പറ്റൂല അയാൾക്ക്. പുള്ളി ഇപ്പൊ ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഡേ കണ്ടന്റ് വന്നിട്ടില്ല പുള്ളിയുടേതായിട്ട്. അതാണ് ഈ ചൊറിയുന്നത്. പുള്ളിക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ, അതിനുവേണ്ടിയാണ് ഈ ചൊറിയുന്നതെന്ന് സിജോ പറയുന്നു. ഉടനെ സായി ജാസ്മിൻ സ്നേഹത്തിൽ പോയി ജാസ്മിന്റെ ട്രാക്ക് പോയി. നോറയെ സ്വിച്ച് ഓഫ് ആക്കി. റസ്മിൻ സ്വന്തം ടീമിലുമായി. നന്ദന നീ അയാളെ കളിയാക്കുക പോലും ചെയ്യരുത് കേട്ടോ. ഒരിക്കലും ഇല്ല ചേട്ടാ, ഞാൻ കളിയാക്കില്ല. അയാൾ എന്നോട് പറയുക പവർ കിട്ടി വേറെ മുഖം കാണിക്കണമെന്ന്. വേറെ മുഖം? ഏത് മുഖം? എനിക്ക് ഈ ഒരൊറ്റ മുഖമേ ഉള്ളൂ, ഞാൻ ഈ ഒരു ഒറ്റ മുഖമേ കാണിക്കത്തുള്ളൂ. ഇത് കഴിഞ്ഞ് സിജോ ഈ ഒരു കോൺവെർസേഷൻ നേരെ അപ്സരയിലേക്ക് തിരിച്ചു വിടുന്നുണ്ട് കേട്ടോ. വളരെ വിദഗ്ധമായിട്ട് പുള്ളി അത് ചെയ്യുന്നുണ്ട്. അപ്സര പൊട്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് സിജോ വഴി തിരിച്ചു വിടുന്നുണ്ട്. ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നന്ദനയാണ് ജിൻഡോയെ ടാർഗറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ജിൻഡോ നന്ദനെ ചൊറിഞ്ഞു എന്നുള്ള നറേറ്റീവ് പുറത്തേക്ക് പോകണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ചർച്ച. സായി ആണെങ്കിൽ പറയുന്നത് കേട്ടാ തോന്നുന്നു സ്ത്രീകൾ മാത്രമായിരുന്നു ജിൻഡോയുടെ ടാർഗറ്റ് എന്ന്. അച്ഛാന്ന് വിളിച്ച് സോപ്പ് ഇട്ടാൽ ജിൻഡോ ടാർഗറ്റ് ആക്കില്ല എന്ന്. എന്തൊരു പൊട്ടത്തരമാണെന്ന് ഓർത്തോണം. പുറത്തുനിന്ന് ഷോ കണ്ടിട്ട് പോയിട്ട് അകത്തിരുന്ന് ഈ സൈസ് പൊട്ടത്തരമാണ് ഈ പുള്ളി വിളമ്പുന്നത്. വൈൽഡ് കാർഡ് അഡ്വാൻറ്റേജ് ഒരു പൊടിക്ക് പോലും ഉപയോഗിക്കാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് സായി. ഒരു വൈൽഡ് കാർഡ് ആണോ എന്ന് വരെ നമ്മൾ ഓർത്തു പോകും. ആ രീതിയിൽ അതപ്പതിച്ചു പോയി സായിയുടെ ഒരു ഗെയിം. പിന്നെ സിജോയ്ക്ക് പേടിയായി തുടങ്ങി. അതാണ് ഈ ഒരു കോൺവെർസേഷൻ വഴിതിരിച്ച് വിട്ടത്. പുള്ളി ഇപ്പം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ എന്താണ് എന്നുള്ളൊരു കാര്യം. സ്റ്റഡി എന്ന് തീരുവോ എന്തോ. ഇതാണ് എനിക്ക് ഈ ഒരു ചർച്ച കണ്ടപ്പോൾ തോന്നിയത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.